കർണാടക ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനെ ഇതുവരെയും കണ്ടെത്താനായില്ല. മണ്ണ് മാറ്റി തിരച്ചിൽ തുടരുന്നു. അർജുന്റെ ലോറി പുഴയിലില്ലെന്ന് നാവികസേന. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചും പരിശോധന. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മഴ. പ്രതീക്ഷയോടെ കുടുംബം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വീണ്ടും തിരിച്ചടി. 3 സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി തടഞ്ഞ് ഹൈക്കോടതി. കേരള MG മലയാളം സർവകലാശാല നടപടികൾക്ക് സ്റ്റേ. ചാൻസലറുടെ ഉത്തരവിന് ഹൈക്കോടതിയുടെ വിലക്ക് 1 മാസത്തേക്ക്. മതമറിയാൻ നീക്കമോ? ശ്രാവണ തീർത്ഥയാത്രാ പാതകളിലെ ഭക്ഷണശാല ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന UP സർക്കാർ തീരുമാന വിവാദത്തിൽ. നിർദ്ദേശത്തിൽ NDAയിൽ ഭിന്നത. എതിർപ്പുമായി കേന്ദ്ര മന്ത്രി ചിരാഗ് പാസ്വാൻ. സംസ്ഥാനത്ത് H1N1 ബാധിച്ച് വീണ്ടും മരണം. കൊച്ചിയിൽ ചികിത്സയിലായിരുന്ന 4 വയസ്സുകാരൻ മരിച്ചു. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. രോഗബാധ മെഡിക്കൽ കോളേജിലെ കോളറ രോഗികളെ ചികിത്സിച്ച നഴ്സിന്റെ ഭർത്താവിന്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് എത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പരാതി. പ്രതി ഫിസിയോതെറാപ്പിസ്റ്റ് മഹേന്ദ്രനായി തിരച്ചിൽ ഊർജിതം. ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ച യൂത്ത് ലീഗ് നേതാക്കളെ അറസ്റ്റ് ചെയ്തു പോലീസ്. പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ആശുപത്രി ജീവനക്കാരെന്ന യൂത്ത് ലീഗ്. വടക്കൻ കേരളത്തിൽ മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കണ്ണൂർ പാനൂരിൽ KSEB ജീപ്പ് വെള്ളക്കെട്ടിൽ മുങ്ങി. വെള്ളക്കെട്ടിൽ ദുരിതത്തിലായി കുട്ടനാട്ടിലെ ജനങ്ങൾ. മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സേവനങ്ങളിൽ തകരാർ. ആഗോളതലത്തിൽ വിമാന സർവീസിനെയും ബിസിനസ് ഇടപാടുകളെയും ബാധിച്ചു. രാജ്യത്ത് റദ്ദാക്കിയത് 200ഓളം വിമാന സർവീസുകൾ. വാർത്താവിതരണ ശൃംഖലകളും ബാങ്കിംഗ് സേവനങ്ങളും തടസ്സപ്പെട്ടു. പരിഹരിക്കാൻ ശ്രമം തുടരുന്നുവെന്ന് മൈക്രോസോഫ്റ്റ്.